Hello friends, welcome to our channel. അപ്പോൾ നിങ്ങളൊരു സാംസങ് ഫോൺ യൂസർ ആണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ അത്യാവശ്യം പ്രീമിയം ഒരു സീരീസ് ഉപയോഗിക്കുന്നവരോ എസ് സീരീസ് ഉപയോഗിക്കുന്ന ഒരു ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ സാംസങ്ങിൽ ഇപ്പോൾ നോർമൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ എന്താ പറയുക സെക്യൂരിറ്റി ഫീച്ചേഴ്സും പ്രൈവസി ഫീച്ചേഴ്സും കാണാനൊക്കെ നമുക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ കുറേ ഫോൺ തെഫ്റ്റുകളും ഫോൺ ഹാക്കിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 2, 3, 4 സ്റ്റെപ്സുകൾ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് നിങ്ങളുടെ സാംസങ് ഫോണിൽ. അപ്പോൾ നിങ്ങൾക്ക് സാംസങ് ഫോൺ കുറച്ചും കൂടിയും എന്താ പറയുക സേഫസ്റ്റ് ഒരു ഫോൺ ആക്കി മാറ്റാം. നിങ്ങളുടെ പ്രത്യേകിച്ച് ഇപ്പോൾ കളഞ്ഞു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഓൺലൈൻ ഹാക്കിംഗ് സൈബർ ഫ്രോഡ് സംഭവത്തിനും കാര്യങ്ങൾ നിങ്ങൾക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ കൂട്ടി വെക്കാനുള്ള ഒരു സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ സാംസങ് യൂസർ ആണെങ്കിൽ സാധനം ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. കുറേയൊക്കെ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഇപ്പോൾ സാംസങ് തന്നെ ഓട്ടോമാറ്റിക്കലി എനേബിൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും നമ്മൾ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലുമായി മെസ്സേജ് ചെയ്യാം, പേജ് കൂടെ അടിച്ചാൽ മതി, മറക്കണ്ട ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ സംഭവം തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫോണൊക്കെ കളഞ്ഞു പോകുന്ന പരിപാടി ഇപ്പോൾ സർവ്വസാധാരണമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ സാംസങ് നോർമൽ ഫോണിലെ സീരീസ് ഫോണുകൾക്കൊക്കെ നമുക്കിപ്പോൾ ഇപ്പം മിക്ക ഫോണുകൾക്കും ഉണ്ട്. സാംസങ്ങിന് മാത്രമല്ല, ആപ്പിൾ, സാംസങ്, ഷോമിയുടെ ഹൈ എൻഡ് ഫോണുകൾ, ഇപ്പോൾ വിവോൻ്റെ ഫോണുകൾ, ഇപ്പോൾ എൻ്റെ S200 അതുപോലെ തന്നെ എന്താ പറയുക ഇത് നമ്മുടെ ഷോമി 15 ഇതിലൊക്കെ ഈ സിം സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ പിക്സൽ അവിടെ പോയി പിക്സലിലൊക്കെ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഈ സിം തന്നെ ഇട്ടേക്കുന്നത് ജിയോൻ്റെ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഈ സിം സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ സിം ഉപയോഗിക്കാൻ നോക്കുമായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ നോർമലി നമ്മുടെ ഫോണുകളൊക്കെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇത് എടുത്തുകൊണ്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ മെയിൻ ഫസ്റ്റ് പരിപാടി ചെയ്യുന്നത് എന്താ, നമ്മുടെ സിം എടുത്ത് കളയുക ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ നെറ്റും സംഭവങ്ങളൊക്കെ ലോസ് ആവും. അപ്പോൾ നമുക്ക് ട്രാക്കിംഗ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്ന പരിപാടി. അപ്പോൾ നമുക്ക് ഈ സിം പരിപാടി ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നോർമലി നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നമ്മുടെ ഫോണുകളിലൊക്കെ ആൻഡ്രോയിഡിലൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ എന്താ പറയുക ലോക്ക് സ്ക്രീനൊക്കെ കൂടെ ഓഫ് ചെയ്യുന്ന പരിപാടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ കളഞ്ഞു പോയാൽ തന്നെ അവർക്ക് ഈ സ്ക്രീനിൽ കൂടെ അൺലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക ഇതിൽ കൂടെ നെറ്റ് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും ഈസിയുള്ള പരിപാടി സിം നമ്മുടെ നോർമൽ സിം ആണെങ്കിൽ എടുത്ത് കളയാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അപ്പോൾ ഈ സിം ആകുമ്പോൾ അതൊന്നും പറ്റില്ല. അപ്പോൾ അതൊരു നല്ലൊരു സെക്യൂരിറ്റി സംഭവമാണ് ഈ സിം ആക്കി വെക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയട്ടെ ഈ സിം. അതിപ്പോൾ സാംസങ്ങിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാ ബ്രാൻഡിൻ്റെ ഹൈ എൻഡ് ഫോണുകളിലും വരുന്നുണ്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി ഫീച്ചർ എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ ലോക്സ് അത് നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവുക, ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ലോക്ക്. ഒരു മിനിറ്റ് ഞാൻ അടിക്കട്ടെ. ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി ഉറപ്പായി ലോക്ക് നെറ്റ്വർക്ക് ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി. അത് പോയി സെർച്ച് ചെയ്താൽ മതിയില്ല. ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി പിന്നുണ്ടെങ്കിൽ പിന്നടിക്കാൻ പറയും. ഞാൻ ഇപ്പോൾ എന്തായാലും പിന്നടിക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. കണ്ടോ ഈ സാധനം, ഇത് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതെന്താ സംഭവം അവർ തന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാത്ത സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നുള്ളൂ. പ്രിവെന്റ് വൈഫൈ ആൻഡ് മൊബൈൽ ഡാറ്റ ഫ്രം ബീയിങ് ടേൺഡ് ഓഫ് ആൻഡ് ദ ഫോൺ ഇസ് ലോക്ക്. അതായത് നിങ്ങളുടെ ഫോൺ ഇപ്പോൾ കളഞ്ഞു പോയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ലോക്ക് നമ്മുടെ പണ്ടത്തെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ നമുക്ക് ലോക്ക്ഡ് ആണെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനലിൽ നമുക്ക് വൈഫൈയും അല്ലെങ്കിൽ നെറ്റ് ഓൺ അത് ഓഫ് ചെയ്യാൻ പറ്റും. അത് നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഈ സാധനം എനേബിൾ ആണെങ്കിൽ കേട്ടോ. അത് എന്തായാലും ചെയ്തു വെക്കാൻ മറക്കരുത് കേട്ടോ. അതൊരു നല്ലൊരു ഇപ്പോൾ സെക്യൂരിറ്റി ഫീച്ചർ ആയിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഓഫ്ലൈൻ ഫൈൻഡിങ് എന്നൊരു സംഭവമുണ്ട്. അത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ സെറ്റിങ്സിൽ കയറുക, ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇപ്പോൾ എല്ലാം ഇവിടെ അടിച്ചു കൊടുത്താൽ സുഖമായിട്ട് കിട്ടുമല്ലോ. ഓഫ്ലൈൻ ഫൈൻഡിങ് ഉണ്ട്, ഓഫ്ലൈൻ ഫൈൻഡിങ്ങും എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു ഫീച്ചറാണ് നമ്മുടെ സാംസങ്ങിൻ്റെ. അടുത്തത് നമ്മുടെ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ. അത് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡിലൊക്കെ അത് ആ ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ട്, തെഫ്റ്റ് ഫീച്ചർ. അപ്പോൾ തെഫ്റ്റ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ റിമോട്ട് ലോക്ക് ഫീച്ചറും ഐഡന്റിറ്റി ലോക്ക് ഫീച്ചറൊക്കെ എനേബിൾ ചെയ്തൊക്കെ മറക്കരുത് കേട്ടോ. അടുത്തത് നമ്മുടെ ഓട്ടോ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സാംസങ്ങിൻ്റെ ഫീച്ചർ. നിങ്ങൾക്ക് റീസെൻ്റ്ലി വന്നിട്ടുണ്ടോ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ തന്നെ. ഇത് ഇപ്പോൾ എല്ലാവരെയും ഇത് നമ്മുടെ നോക്ക് സെക്യൂരിറ്റിക്കുള്ള ഫോണാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഓട്ടോ ബ്ലോക്കർ എനേബിൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഓട്ടോ ബ്ലോക്കർ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ഇവരുടെ സ്റ്റോറിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ കാണാം. അപ്പോൾ ഈ ഓട്ടോ ബ്ലോക്കർ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങൾ നമ്മുടെ ബ്രോമാൻസ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിരിക്കും, ഒരു ഐഫോൺ ഹാക്ക് ചെയ്യുന്ന കണ്ടിട്ട് ഈ സാധനം കുത്തിയിട്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇതിൽ കൂടെ പെൻ ഡ്രൈവ് എന്താ പറയുക ഈ പോർട്ടിൽ കൂടെ എന്തെങ്കിലും കുത്തിയിട്ട് ഹാക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പറ്റില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും സോഫ്റ്റ്വെയറോ ലിങ്കോ വഴി വന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ ഹാക്ക് ആവാൻ നോക്കി അതൊക്കെ ഈ സാധനം ഓട്ടോ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ ബ്ലോക്ക് ചെയ്യും. അതൊരു നല്ലൊരു എക്സ്ട്രാ ഫീച്ചർ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ലിങ്ക് എന്ന് വരുന്നത് നമുക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവില്ല ഈ ഓട്ടോ ബ്ലോക്കർ ഓൺ ആണെങ്കിൽ. അതൊരു നല്ലൊരു ഫീച്ചറാണ്. ഞാൻ വേണമെങ്കിൽ ഒരു ഡെമോ കാണിച്ചിട്ടുണ്ടായില്ല, പക്ഷേ ഉടായ്പ ലിങ്കുകളൊന്നും ഇല്ല കാണിച്ചു തരാൻ.
മെസ്സേജിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഈ ICICI ബാങ്കിൻ്റെ ഇത് ഒഫീഷ്യലാണ് ഞാൻ പുതിയ MMTയുടെ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെയാണ്. അപ്പോൾ അതിലൊരു ലിങ്ക് കണ്ടു, അത് ക്ലിക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ലിങ്ക് ക്ലിക്കായില്ലേ, ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ലിങ്കിൽ തൊടുന്നില്ലല്ലോ. പോയി കഴിഞ്ഞാൽ കണ്ടോ ഓട്ടോ ബ്ലോക്കർ ഓൺ ആണ്. അപ്പോൾ അവർ കാണിക്കും കാണ്ട് ഓപ്പൺ ലിങ്ക്സ് ഇൻ മെസ്സേജ് കണ്ടു, ഓട്ടോ ബ്ലോക്കർ ഈസ് ഓൺ വിത്ത് മാക്സിമം റെസ്ട്രിക്ഷൻ ടു കീപ് യുവർ ഫോൺ സേഫ്, ലിങ്ക്സ് ഇൻ ദ മെസ്സേജ് ക്യാൻ ബി ഓപ്പൺ. അപ്പോൾ അതൊരു എക്സ്ട്രാ, അത് നല്ലൊരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇത് മെസ്സേജും ഇതൊക്കെ വരുന്നവരൊക്കെ കയറി കുത്തണ പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ നോക്കാണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ സാധനം എനേബിൾ ചെയ്ത് വെച്ചാൽ നല്ലൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ 2-3 ഫീച്ചറാണ് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കേണ്ടത്, യൂസ് ചെയ്യാൻ മറക്കേണ്ടത്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഫോണിനെ സെക്യൂർ ആക്കാം. അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് വിചാരമുണ്ട് ഐഫോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്യൂർ ആണ് വാങ്ങിയത്. ഒരു പെണ്ണാക്കില്ല, ഐഫോണൊക്കെ ഇഷ്ടം പോലെ ആകും. അപ്പോൾ ഐഫോൺ അവരെ സിരി തന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ പ്രൈവസി നമ്മളൊക്കെ പൊളിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആൾക്കാർ പണ്ട് ഇപ്പോഴും കുറേ പേര് ഇതൊന്നും അറിയാണ്ട് പ്രൈവസിയും വാങ്ങാൻ ഒരു ഐഫോണും 12ഉം 11ഒക്കെ കാശ് കൊടുത്തിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കടിച്ച ആപ്പിൾ കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊന്നും അറിയില്ല, അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും എന്താ കാരണം എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേണം ഞാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് നല്ല സേഫാണ്, നല്ല ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് ഇനി ആൻഡ്രോയിഡ് 16 ഇഷ്ടം പോലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും പ്രൈവസി ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. iOS ഒക്കെ പണ്ടായിരുന്നു സൂപ്പർ, ഇപ്പോൾ ഒന്ന് എന്താ പറയുക ഓൾമോസ്റ്റ് ഈക്വൽ പെർഫോമൻസ് തന്നെ. ഇപ്പോൾ നമ്മുടെ കണ്ടില്ലേ, നമ്മുടെ ലേറ്റസ്റ്റ് പ്രൊസസ്സറൊക്കെ iOSനെ നമ്മുടെ ആപ്പിളിൻ്റെ പ്രൊസസ്സറിനെ കടിച്ച് അപ്പോൾ അത് അപ്പുറത്തേക്ക് കൊണ്ടിട്ടില്ലേ പെർഫോമൻസിൽ. അപ്പോൾ അതുപോലെ തന്നെ അത് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. iOSലാണ് ഇപ്പോൾ തീരെ ഇമ്പ്രൂവ്മെൻറ്റ് വരാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഓൾറെഡി ഞാനിപ്പോൾ iOS നിർത്തിയിട്ടാണ്, ഫുൾ പരിപാടി നിർത്തി, ആപ്പിളിൻ്റെ എല്ലാ പരിപാടിയും നിർത്തി. മനുഷ്യന്മാരെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാത്തിനും കാശും കൂടുതൽ, എല്ലാ സർവീസും നല്ല ഊള. അതുപോലെ തന്നെ iOS 18 ശേഷം നല്ല സൂപ്പർ ഊള അപ്ഡേറ്റ്സുകളാണ്, ഫുൾ ബഗ്ഗുകൾ. എന്താ പറയുക, നമ്മുടെ ടിം അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ആപ്പിളിൻ്റെ സ്ഥാപകൻ ശവക്കൊഴുന്ന് എനിക്ക് ഒരാളടിയും, അങ്ങനത്തെ പോക്കത്തരാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ആപ്പിളിൻ്റെ ഫുൾ ബ്രാൻഡ് വാല്യൊക്കെ പോയി കിട്ടി. എന്ത് നല്ല സാധനമായിരുന്നു അത്. അതിനെ എന്താ പറയുക, ഇങ്ങനെ ഇത്രയും എന്താ പറയുക, ഇപ്പോഴും ഇഷ്ടം പോലെ ബഗ്. ലേറ്റസ്റ്റ് 18.5 വന്നിട്ടുണ്ട്, അതിലും സൂപ്പർ ബഗ്ഗുകൾ. ചൈനീസ് അപ്ഡേറ്റുകളാണെന്നുണ്ടല്ലേ അമ്മാതിരി ബഗ്ഗുകൾ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ iOS എൻ്റെ പ്രൈമറി ഫോണായിരുന്നു ഐഫോണേ. 18 അപ്ഡേറ്റിന് ശേഷം എൻ്റെ ബാങ്ക് ആപ്പുകൾ, പ്രത്യേകിച്ച് കോട്ടക്കിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഒന്നും ഓപ്പൺ ആവില്ല, ഇങ്ങനെ കയറി സ്റ്റക്കായി നിൽക്കും. എനിക്ക് ആദ്യം ബാങ്ക് ആപ്പുകൾ ഭ്രാന്തായപ്പോഴാണ് ഞാൻ ശരിക്കും എടുത്ത് കളഞ്ഞത്. പിന്നെ ഞാൻ സെക്കൻഡറി ആക്കിയത്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മാസമാണുള്ളൂ, ഞാൻ ഫുൾ ഐഫോൺ എല്ലാം വിറ്റു. ഐഫോൺ വിറ്റു, ആപ്പിൾ വാച്ച് അൾട്ര വിറ്റു, മാക്ബുക്ക് വിറ്റു, പിന്നെ അത് ടാബും വിറ്റു, ഐപാഡും വിറ്റു. ഐപാഡും ഞാൻ ഓൾറെഡി വാങ്ങിച്ചപ്പോഴേ വിറ്റെങ്കിൽ ഇത് ഇപ്പോൾ തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് പിന്നെ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിരിക്കും വിചാരിക്കാം. പക്ഷേ ഇത് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ആപ്പിൾ വാച്ച് അൾട്രയും. അത് പിന്നെ ആപ്പിൾ വാച്ച് ഐഫോൺ ഇല്ലെങ്കിൽ പിന്നെ ആപ്പിൾ വാച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, അത് വേറെ സാധനം. അല്ലെങ്കിൽ ഞാൻ അൾട്ര കൊടുക്കാതിരുന്നില്ല, എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വാച്ചായിരുന്നു, നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പക്ഷേ ഐഫോണിലാണ്ട് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പം എല്ലാം കൊടുത്തു. ഇനി എന്തായാലും അതിലേക്ക് പോവില്ല. ഇനി ഏത് 19 or 20 ഇറങ്ങിയാലും ഇനി iOSൻ്റെ ഏരിയയിലേക്ക് പോവില്ല. ഒന്നാമത് അതിൽ നമുക്ക്, ഞാൻ ഇതുപോലെ റീസെൻ്റ്ലി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഇതുപോലെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രൈമറി ഫോൺ ഐഫോൺ ആയിരുന്നു. ഞാൻ എന്നിട്ട് എനിക്ക് തോന്നുന്നു ബാഗൊക്കെ വന്നു കഴിഞ്ഞാൽ റിട്ടേൺ പീരീഡൊക്കെ കഴിഞ്ഞ് ഒരു മാസം ആയില്ല, 2 ആഴ്ച ഉണ്ടായിരുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു സെക്കൻഡറി ഫോണിൽ ആൻഡ്രോയിഡാണ്. ഇതുപോലെ അതിൽ ഈ സാധനം നോക്കിയപ്പോൾ ഒരു 150 രൂപ കുറവാണ്. ഇതിൽ നോക്കിയപ്പോൾ 150 രൂപ കൂടുതൽ iOSൽ. അതാണ് അവസ്ഥ. അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കണ്ട വെച്ചിട്ട് ഞാൻ നിർത്തി. ഇനി അവരുണ്ടാക്കണ്ട, ഇനി ഒരാൾക്കുള്ള പറ്റിച്ച് ഉണ്ടാക്കട്ടെ ബോധമില്ലാത്തവരെ. അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക അതിന്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യട്ടെ. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങൾ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാവരും റിപ്ലൈ വന്ന് അടുത്തില്ലാണ്.